സ്വകാര്യ സർവകലാശാലകൾ എന്ന ആശയം ഇടതുശക്തികൾ എതിർത്തത് അതിന്റെ കീർത്തി ഉമ്മൻചാണ്ടിക്ക് ലഭിക്കുമോ എന്ന ഭയം കൊണ്ടാകാമെന്ന് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മുൻ അംഗം ടി.പി. ശ്രീനിവാസൻ 20 വർഷം മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഈ ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. വർഷം ഇത്ര കഴിഞ്ഞതോടെ അവസരങ്ങൾ പലതും നഷ്ടപ്പെട്ടു. വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്താൻ മറ്റ് മാർഗമില്ലെന്ന് ഇടതുശക്തികൾക്ക് ഇന്ന് മനസ്സിലായെന്ന് അദ്ദേഹം മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഇത് കുറേ കൂടെ സ്പ്രെഡ് ചെയ്ത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് അംഗീകരിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആശയം. അത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ആശയമായിരുന്നു. അദ്ദേഹം എന്നെ ഇതിന് ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് എൻ്റെ ഗ്ലോബൽ എക്സ്പീരിയൻസ് കൊണ്ടാണ്, അല്ലാതെ എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് കൊണ്ടല്ല. അദ്ദേഹത്തിന് ഞങ്ങൾക്ക് തന്ന വൺ ലൈൻ ഇൻസ്ട്രക്ഷൻ ലിബറേറ്റ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. പക്ഷേ അത് എന്തുകൊണ്ടോ അന്നത്തെ ലെഫ്റ്റിസ്റ്റ് ഫോഴ്സസ് ഹിയർ ഗവൺമെൻറ് പുറത്തായതുകൊണ്ടാണ് ഒരുപക്ഷെ അവർക്ക് ഉമ്മൻചാണ്ടിക്ക് അതിനുള്ള ക്രെഡിറ്റ് കിട്ടിക്കൂടാ എന്നുള്ളതുകൊണ്ടാകാം. എന്തായാലും അവരെ നഖശികാന്തം എതിർത്തു എന്ന് മാത്രമല്ല എന്നെ അവർ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുക ചെയ്തു. ഈ 20 വർഷം കൊണ്ട് നമുക്ക് ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടു. അന്ന് നമ്മളിതിന് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ നല്ല യൂണിവേഴ്സിറ്റികളൊക്കെ ഇപ്പം ഡൽഹിയിലൊക്കെ കഴിഞ്ഞ 20 വർഷമാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ധാരാളം വന്നിട്ടുള്ളത്. ഫോറിൻ യൂണിവേഴ്സിറ്റീസും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അന്ന് അവരുടെ പരാതി അത് വെരി എക്സ്പെൻസീവ് ആവും, അത് എലീറ്റിസ്റ്റ് ആവും എന്നൊക്കെയുള്ള ഫാൻസി നോഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിപ്പോൾ അവർക്കത് മനസ്സിലായി. ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലായി. തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫ് സൈലബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് സ്വകാര്യ സർവകലാശാല എന്ന ആശയം പദ്ധതി മുന്നോട്ട് വന്നത്. പക്ഷേ അന്ന് ഇടത് ശക്തികൾ ഒന്നാകെ നഖശികാന്തം അതിനെ എതിർക്കുകയും ചെയ്തു. തെരുവിലടക്കം വലിയ പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി. പക്ഷേ ഇന്ന് അതേ ആശയവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നൽകുന്ന വിശദീകരണം, ന്യായീകരണം എങ്ങനെയാണ്? താത്വികമായ ന്യായീകരണം എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം. അത് വിവിധ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ നയമാറ്റത്തെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. എന്തായാലും തള്ളിപ്പറയാൻ കഴിയില്ല. അതുകൊണ്ട് ന്യായീകരിക്കുക അല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല എന്നുള്ളത് കൊണ്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വിവിധ വാദങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. ദിവ്യ, CPM പല നയമാറ്റം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലായി കാണുന്നുണ്ട്. പല വിഷയങ്ങളിലുള്ള നയമാറ്റം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ടോളുമായി ബന്ധപ്പെട്ട ഒരു നയമാറ്റം നമ്മൾ കണ്ടത്. ടോൾ വേണ്ട എന്ന നയം അത് CPMൻ്റെ പൊതു നയമാണ്. ആ നയത്തിൽ നിന്ന് മാറിക്കൊണ്ടാണ് കിഫ്ബി വഴി നിർമ്മിച്ച റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്താൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നത്. അതൊരു നയമാറ്റമാണ്. ഈ സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട നയമാറ്റം അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. പണ്ട് CPM കൂത്തുപറമ്പിൽ സമരം നടത്തിയിട്ട് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ കൂത്തുപറമ്പിൽ സമരം നടത്തിയ CPM, അത് CPMൻ്റെ നെഞ്ചിലെ മാറാത്ത മുറിവാണ് കൂത്തുപറമ്പ് സമരം എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്ത് ജീവിച്ചിരുന്ന രക്തസാക്ഷിയായ പുഷ്പൻ മരിച്ച് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകാൻ വേണ്ടിയുള്ള തീരുമാനം മന്ത്രിസഭാ യോഗം എടുക്കുന്നത്. ഇനി അതിൻ്റെ നയമാറ്റത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ CPMൻ്റെ എറണാകുളത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു നയരേഖ അവതരിപ്പിച്ചിരുന്നു. ഇതൊരു വികസന നയരേഖ അവതരിപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രി തന്നെയാണ് നേരിട്ട് ആ സംസ്ഥാന സമ്മേളനത്തിൽ നയരേഖ അവതരിപ്പിച്ചത്. ആ നയരേഖ സംസ്ഥാന സമ്മേളനം അംഗീകരിച്ചു. അതിനുശേഷം CPMൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് അത് വരുന്നു. CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അത് ചർച്ച ചെയ്ത് CPM കമ്മിറ്റി അത് അംഗീകരിക്കുന്നു. അതിനുശേഷം ഇടതുമുന്നണിയിൽ അത് ചർച്ച ചെയ്ത് ഇടതുമുന്നണിയുടെ നയമായി ആ വികസന നയരേഖ എന്ന് പറയുന്നത് ഇടതുമുന്നണിയുടെ നയമായി മാറി. ആ നയരേഖയിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് വിദേശ സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത്. വിദേശ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ബജറ്റിൽ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുകയും അതിൽ നിന്ന് കുറച്ച് പിന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ആ നയരേഖയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിച്ചേരുകയാണ് ചെയ്തത്. അതിൻ്റെ ആദ്യപടി ആണ് ഇന്നലത്തെ കരട് ബില്ല് മന്ത്രിസഭാ യോഗം അംഗീകരിച്ചത്. ആ ബില്ല് ഈ ആഴ്ച ഒരുപക്ഷെ മറ്റന്നാൾ നിയമസഭയിലേക്ക് വരികയും ചെയ്യും. നാളെ ചേരുന്ന കാര്യോപദേശക സമിതി അതിനകത്ത് തീരുമാനമെടുക്കുക എന്നാണ് ബില്ല് വരേണ്ടത് എന്നുള്ള കാര്യം. ഇതിനോടകം തന്നെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട സ്വകാര്യ സർവകലാശാലകൾ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തെ സമീപിച്ചിട്ടുണ്ട്. അത് പലതരത്തിലുള്ള അസിം പ്രേംജി അടക്കമുള്ള ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട സ്വകാര്യ സർവകലാശാല, അമിറ്റി അടക്കമുള്ള സർവകലാശാലകളാണ് കേരളത്തെ സമീപിച്ചിരിക്കുന്നത്. 3 സർവകലാശാലകളുടെ പേരുകളാണ് കേട്ടത്. പക്ഷേ കൂടുതൽ സർവകലാശാലകൾ 3 or 4 സർവകലാശാലകൾ കൂടി വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ കേരളത്തെ സമീപിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. സർക്കാരിൻ്റെ കയ്യിലൊരു പിടിയുണ്ട് ഈ സ്വകാര്യ സർവകലാശാലകൾക്ക് എന്ന് പറയുമ്പോഴും സ്വകാര്യ സർവകലാശാലകൾ വരുമ്പോഴുണ്ടാകുന്ന ആശങ്ക അത് CPI നേരത്തെ പങ്കുവച്ചതാണ്. കാരണം കേരളത്തിലെ സർവകലാശാലകൾക്ക് പ്രസക്തി ഇല്ലാതായി പോകുമോ, ഇപ്പോൾ കാർഷിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട് അങ്ങനെ അവർക്ക് പ്രസക്തി ഇല്ലാതായി പോകുമോ എന്ന ആശങ്ക കൃഷി വകുപ്പ് മന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ തന്നെ മുന്നോട്ട്
വെച്ചതാണ്. ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് അടക്കമുള്ളവരുടെ വിദ്യാഭ്യാസ പ്രസക്തി നഷ്ടപ്പെടുമോ എന്ന ആശങ്ക ആരോഗ്യവകുപ്പിനുണ്ട്. പക്ഷേ CPM ഒരു തീരുമാനമെടുത്തു. അത് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വരുന്നു. എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് അംഗീകാരം നൽകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ്. എന്തായാലും അങ്ങനെ അംഗീകാരം നൽകിയ പശ്ചാത്തലത്തിൽ കേരളം മുന്നോട്ട് പോകട്ടെ. കേരളം ഇതുവരെ സ്വീകരിച്ച നയങ്ങൾ പോരാ. കാരണം മറ്റെല്ലാ സർവകലാശാലകളും ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി CPMന്റെ നേതാക്കന്മാരടക്കം പറയുന്നത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും സ്വകാര്യ സർവകലാശാലകൾ ഇതിനോടകം തന്നെ ആയിട്ടുണ്ട്. കേരളം കുറച്ച് വൈകി. ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള വിദ്യാർത്ഥികൾ പുറത്തുപോയി പഠിക്കുകയാണ്. അവരെ കേരളത്തിൽ നിലനിർത്താൻ വേണ്ടി സ്വകാര്യ സർവകലാശാലകൾ കൂടി അനിവാര്യമാണ് എന്ന വാദമുയർത്തിക്കൊണ്ടാണ് ഈ നയം മാറ്റത്തെ CPM ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ദിവ്യ, ശരി, ഞാൻ സൈഫിലേക്ക് വരാൻ ഇപ്പോൾ